സ്വാഗതം ചെയ്യുന്നു. അത് മാത്രമല്ല, നമുക്ക് അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു അവസരം നമ്മുടെ കൈകളിൽ എത്തിച്ച സർവശക്തനെ നമുക്ക് സ്തുതി അർപ്പിക്കാം. ഇപ്പോൾ എന്റെ അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് അമിത. സ്ഥലം മലപ്പുറം ജില്ലയിലെ അരീക്കോടിനടുത്ത് തെച്ചാമ്പറമ്പ് എന്ന സ്ഥലത്താണ്. ഇപ്പോൾ കമ്പനിയുടെ ഏരിയ ടീം കോർഡിനേറ്റർ എന്ന റാങ്കിൽ വർക്ക് ചെയ്യുന്നു. നമുക്കറിയാം, ഇന്ന് ഏതൊരു മേഖല നോക്കുന്ന സമയത്തും, അത് മാത്രമല്ല ഇന്ന് നമ്മുടെ ഇന്ത്യയിലെ നമ്പർ 1 കമ്പനി ആയിട്ടുള്ള MI ലൈഫ് സ്റ്റൈൽ എന്ന കമ്പനിയിലെ ലതാ മാഡം ആൻഡ് മനോജ് സാർ നയിച്ചുകൊണ്ടിരിക്കുന്ന സക്സസ് ബെറി ഗ്ലോബൽ എന്ന ഓർഗനൈസേഷന്റെ കീഴിൽ എത്തിപ്പെടാൻ സാധിച്ചതിന് നമുക്ക് എല്ലാവർക്കും തന്നെ അഭിമാനിക്കാം. അത് മാത്രമല്ല, ഇന്ന് നമ്മൾ ഏതൊരു മേഖല നോക്കുന്ന സമയത്തും നമുക്കറിയാം, നമുക്ക് വരുമാനം ഉണ്ടാക്കുക, അതിലുപരി നമുക്ക് ആ വരുമാനം ഉണ്ടാക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ആരോഗ്യം നിലനിർത്താനുള്ള ഒരു അവസരം കൂടി നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ നമ്മുടെ ഈ ഒരു മഹത്തായ ഒരു അവസരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മുടെ ജോലി ചെയ്യുന്നതിലൂടെ, നമ്മൾ വർക്ക് ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് നമ്മുടെ ആരോഗ്യം ഒപ്പം തന്നെ നമ്മുടെ സമ്പത്തും കൂട്ടാൻ പറ്റുന്ന ഒരു മഹത്തായ അവസരമാണ് നമ്മുടെ എല്ലാവരുടെയും കൈകളിൽ എത്തിയിട്ടുള്ളത്. ഈ ഒരു അവസരത്തിന്റെ മഹത്വം തിരിച്ചറിയാത്ത ഒരുപാട് പേർ നമ്മുടെ ടീമിലും പുറത്തുമായിട്ട് ഇന്ന് നമുക്ക് അനവധി പേരെ കാണാൻ പറ്റും. പക്ഷെ അതിലെല്ലാം നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും തന്നെ വളരെ ഭാഗ്യവാന്മാരാണ്. അതിലുപരി നമുക്കറിയാൻ പറ്റും, ഈ ഒരു രാവിലെ ഡെയിലി നടക്കുന്ന ഈ ഹൈഫ്ലൈസ് എന്ന ഈ ഒരു പ്രോഗ്രാം നമുക്കറിയാം. നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ ജോലിക്ക് പോകുന്ന ഹസ്ബൻഡ്മാരെ റെഡിയാക്കേണ്ട ഒരു സമയമാണ്. അതിലുപരി മക്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു സമയമാണ്. എന്നിരുന്നാൽ പോലും ഈ ഒരു സമയത്ത് ഈ ഒരു അവസരത്തിന്റെ മഹത്വം അറിഞ്ഞിരിക്കുന്ന ഏതൊരു വ്യക്തിയും മുടങ്ങാതെ ഈ ഒരു ഹൈഫ്ലൈസ് മീറ്റ് കേൾക്കുന്നുണ്ടാവും. അത് കേൾക്കാത്ത ഓരോ വ്യക്തികൾ നിർബന്ധമായും നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഈ ഒരു അവസരത്തിന്റെ പ്രാധാന്യവും സ്കോപ്പും നമുക്ക് മനസ്സിലാക്കിയെടുക്കാനും പഠിച്ചെടുക്കാനും പറ്റുന്ന, നമ്മൾക്ക് ഈ ഒരു അവസരം ഒരുക്കി തന്നിട്ടുള്ള നമ്മുടെ മനോജ് സാർ, ലതാ മാഡം, അവർക്ക് ഒരിക്കൽ കൂടി നമുക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കാൻ പറ്റും. അത് മാത്രമല്ല, ഓരോ പ്രോഗ്രാമുകളുമാണ് നമ്മുടെ ഓരോ വിജയത്തിലേക്കും എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പങ്കെടുക്കാത്ത ഓരോ വ്യക്തികളെയും നമ്മൾ നിർബന്ധിച്ച് രാവിലെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യിപ്പിക്കണം. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇന്നത്തെ ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്യാൻ പോകുന്നത് മറ്റാരുമല്ല, അദ്ദേഹത്തെ വിളിക്കുന്നതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. കാരണം അദ്ദേഹം ഞങ്ങളുടെ നാട്ടുകാരനാണ്. അതിലുപരി 23 വർഷത്തോളം ഒരു മദ്രസ അധ്യാപകനായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയും ഒരു അസുഖത്തിന്റെ പേരിൽ നമ്മുടെ ഒരു ഉൽപ്പന്നം കയ്യിൽ കിട്ടുകയും അത് ഉപയോഗിക്കുന്നതിലൂടെ ഈ ഒരു അവസരത്തിൽ ഒരു ബിസിനസ് ഉണ്ടെന്ന് തിരിച്ചറിയുകയും, അത് മാത്രമല്ല അതിലൂടെ അദ്ദേഹം തന്റെ ഫ്യൂച്ചർ ഈ ഒരു അവസരമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് തിരിച്ചറിഞ്ഞ് ഈ ഒരു അവസരം വളരെ ശക്തമായി ഏറ്റെടുത്തുകൊണ്ട് ഒരുപാട് കളിയാക്കലുകൾക്കും പരിഹാസപ്പെടുത്തലുകൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും ഒക്കെ ഒരു പുഞ്ചിരി മാത്രം മറുപടിയായി കൊടുത്തുകൊണ്ട് അദ്ദേഹം ഈ ഒരു അവസരം വളരെ വളരെ പാഷനായി തന്നെ നെഞ്ചോട് ചേർത്ത് ഏറ്റെടുത്തു കൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് അദ്ദേഹം തിരിച്ചു നോക്കുന്ന സമയത്ത് കമ്പനിയുടെ സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ എന്ന റാങ്ക് അലങ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം മറ്റാരുമല്ല, ഞങ്ങളുടെയൊക്കെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള ലത്തീഫ് ഉസ്താദ് ഫ്രം പൂവത്തിക്കൽ. ഇന്നത്തെ സെഷൻ അദ്ദേഹമാണ് കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ വളരെ വിലപ്പെട്ട വാക്കുകൾ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഈ ഒരു സ്ക്രീനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാർ, പ്ലീസ് വെൽക്കം ഓൺ ദി സ്ക്രീൻ. താങ്ക് യു അമിത മാഡം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം. അമിത മാഡം എന്നെ നല്ല രീതിയിൽ പരിചയപ്പെടുത്തി. കമ്പനിയിൽ ഏറ്റവും ശക്തമായി വർക്ക് ചെയ്യുന്ന, ഇപ്പൊ അടുത്ത് തന്നെ ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്റർ ആകാൻ പോകുന്ന ഒരു ഗ്രേറ്റ് ലീഡറാണ് നമ്മുടെ അമിത മാഡം. വളരെ പാഷനായി കൊണ്ട് തന്നെ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും തരണം ചെയ്തുകൊണ്ട്, അതൊക്കെ ഒരു വകവെക്കാതെ മുന്നോട്ട് വെച്ച കാല് മുന്നോട്ട് തന്നെ എടുത്തു വെച്ചുകൊണ്ട് അടുത്ത് തന്നെ കമ്പനിയുടെ ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്റർ ആകാൻ പോകുന്ന ഗ്രേറ്റ് ലീഡറാണ്. ഒരുപാട് ടീമിനെ ഹോൾഡ് ചെയ്തുകൊണ്ട് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ഞങ്ങളുടെ അമിത മാഡത്തിനെ ഈ സമയത്ത് നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് അടുത്ത റാങ്കിലേക്ക് ഉയരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ഇന്നത്തെ ഈ ഹൈഫ്ലേസ് മീറ്റിംഗിലേക്ക് ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഹൈഫ്ലേസ് മീറ്റിംഗ് ആണ് നമുക്കൊക്കെ ഈ ബിസിനസ്സിൽ വളരാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം. നമ്മുടെ സക്സസ് ബെറി ഗ്ലോബൽ എന്ന നമ്മുടെ ഓർഗനൈസേഷൻ എടുത്തു പറയാൻ പറ്റുന്ന, അതുപോലെ തന്നെ നമ്മുടെ മനോജ് സാറ് ആൻഡ് ലതാ മാഡം നമുക്ക് വേണ്ടി ഏത് സമയത്തും നമ്മുടെ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളിലേക്ക് ഇട്ടുതരുന്ന നമ്മുടെ ഫൗണ്ടറായ മനോജ് സാറിനും അതുപോലെ ലതാ മാഡത്തിനും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ സക്സസ് ബെറി എന്ന ഓർഗനൈസേഷന്റെ എല്ലാ ലീഡേഴ്സിനെയും ഞാൻ നന്ദിയോടെ സ്മരിക്കുകയാണ്.
ഈ ഹൈഫ്ലേസ് മീറ്റിങ്ങിന് എനിക്ക് ഇന്ന് അവസരം തന്നതിന് ഞാൻ പ്രത്യേകിച്ചും SBGക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ ഇന്ന് സംസാരിക്കുന്ന ടോപ്പിക് യൂണിറ്റിയെ കുറിച്ചാണ്, അഥവാ ഐക്യം. ഐക്യത്തിന് നമ്മുടെ ഈ ബിസിനസ്സുമായി വലിയ പ്രാധാന്യമുണ്ട്. അഥവാ ഐക്യം ഉണ്ടെങ്കിൽ ഏതൊരു സംഗതി വിജയിക്കുകയുള്ളൂ. ഒരു വീട്ടിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലാണെങ്കിലും അതുപോലെ ഏത് പ്രവർത്തനത്തിലാണെങ്കിലും അതിൻ്റെതായ ഐക്യം വേണം, അപ്പോഴേ അത് വിജയിക്കുകയുള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യം ഇവിടെ വിജയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഇപ്പൊ അതിന്റെ ആഗസ്റ്റ് 15 ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇത് വിജയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം ഐക്യം മാത്രമാണ്. ഒരുപാട് മതക്കാര് ഒരേ ലക്ഷ്യത്തിന് വേണ്ടി ഒരേ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഇവിടെ ഐക്യത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. ഇത് നമ്മുടെ ബിസിനസ്സിലും ഇതുപോലെ തന്നെയാണ്. കാരണം നമ്മുടെ ബിസിനസ് മാനേജ്മെന്റ് ആണ്. ഒരുപാട് ആളുകളെ മാനേജ് ചെയ്യാൻ കഴിവുള്ള ആളുകൾക്കാണ് ഇതിൽ വിജയിക്കാൻ സാധിക്കുന്നത്. ഒരു പാർട്ടിക്കാരെ പോലെ തന്നെ ഒരു പാർട്ടി വിജയിക്കണമെങ്കിൽ ഐക്യം വേണം. ആ പാർട്ടി തകർക്കണമെങ്കിൽ അതിൽ വിള്ളലുണ്ടാക്കിയാൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സും ഇതുപോലെ തന്നെ ഇതിൽ വിള്ളലുണ്ടാകുമ്പോഴാണ്, ഈ ഐക്യത്തിൽ വിള്ളലുണ്ടാകുമ്പോഴാണ് നമ്മുടെ ബിസിനസ് താഴെ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യമായിക്കൊണ്ട് ഞാൻ പറയുന്നു, ഐക്യം ഒരു വലിയ പ്രാധാന്യമാണ്. ഐക്യത്തോടു കൂടി നമ്മൾ ഒരുമിച്ച് നിന്നാൽ എന്തും നേടാൻ പറ്റും. അഥവാ ഒരുപാട് ആളുകൾ ഒരേ ലക്ഷ്യത്തിന് വേണ്ടി ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുമ്പോൾ അതിന് റിസൾട്ട് ഉണ്ടാകും. നമ്മൾ പഠിച്ചതാണ്, ഒരുമിച്ചുള്ള പ്രവർത്തനവും കൂട്ടമായ കൂട്ടമായ പ്രാർത്ഥനയ്ക്കും പ്രത്യേകിച്ച് വളരെ ശക്തമായ റിസൾട്ട് ഉണ്ടാവും. അതായത് അതിന്റെ റിസൾട്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും റിസൾട്ട് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഐക്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ടീമിലുള്ള ഐക്യം, അപ്പ് ലൈൻ ഡൗൺ ലൈൻ ഐക്യങ്ങൾ, അതുപോലെ തന്നെ മറ്റ് ടീമുകളുമായിട്ടുള്ള ഐക്യം, സക്സസ് ബറി ഗ്ലോബലിന്റെ ഐക്യം, ഈ ഐക്യങ്ങളൊക്കെ നമ്മൾ എത്രത്തോളം നമുക്ക് കൂട്ടാൻ സാധിക്കുന്നു, എത്രത്തോളം യൂണിറ്റി നമ്മുടെ ടീമിൽ വളർത്താൻ സാധിക്കും, അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ടീം വളരുക. നമ്മുടെ ടീം വളർന്നാലാണ് നമുക്കിതിൽ നല്ല രീതിയിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന് വേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ഈ ക്ലാസ്സിൽ സംസാരിക്കാൻ പോകുന്നത്. ഈ എഴുതിയെടുക്കാൻ പറ്റുന്നവരൊക്കെ എഴുതിയെടുക്കുക. എന്നിട്ട് നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും നമുക്ക് തന്നെ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കാനൊക്കെ ഉപകാരപ്പെടും. അതുകൊണ്ട് എല്ലാവരും ഇത് ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ ബിസിനസ് ലേൺ ഡു ടീച്ച്. ആദ്യം നമ്മൾ പഠിക്കണം, എന്നിട്ട് അത് ചെയ്യണം, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ അത് പഠിപ്പിച്ചു കൊടുക്കണം. ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു സെഷൻ ചെയ്യുന്ന ആളായിരിക്കും എന്ന ലക്ഷ്യത്തോടു കൂടി, എന്ന ബോധ്യത്തോടു കൂടിയാണ് നാം ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് എഴുതിയെടുക്കാൻ പറ്റുന്നവരൊക്കെ എഴുതിയെടുക്കുക. ഒന്നാമതായിക്കൊണ്ട് എനിക്കിതിൽ പറയാനുള്ളത് നമ്മുടെ ഐക്യത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ്. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും, ഈ തേനീച്ച കൂട്ടങ്ങളും അതുപോലെ തന്നെ ഉറുമ്പിൻ കൂട്ടങ്ങളൊക്കെ വലിയ ഐക്യത്തിലാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ, വലിയ കാര്യങ്ങൾ ചെറിയ സിമ്പിൾ ആയിക്കൊണ്ട് കൂട്ടമായി ചെയ്യുന്നത് കാണാൻ കഴിയും. ചെറിയ കാലുള്ള ഉറുമ്പ് ഒരുപാട് ഭാരമുള്ള വലിയ ഭക്ഷണ സാധനങ്ങൾ കൂട്ടമായി എടുത്തു കൊണ്ടുപോയി അവർ ലക്ഷ്യത്തിലെത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ തേനീച്ചക്കൂട്ടങ്ങളിലും ഒരു റാണി ഉണ്ടാകും. ആ റാണി എന്താണ് പറയുന്നത് അത് ചോദ്യം ചെയ്യാതെ പ്രവർത്തിക്കുമ്പോഴാണ് തേനീച്ചക്കൂട്ടിൽ ഒരുപാട് തേനുകളും അതുപോലെ തന്നെ അതിന്റെ വലിയ കൂടുകളൊക്കെ നിർമ്മിക്കുന്നത് ആ കൂട്ടമായ പ്രവർത്തനത്തിന്റെ റിസൾട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കണമെങ്കിൽ കൂട്ടമായ പ്രവർത്തനമാണ്. അത് ഐക്യമുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. അതിനൊരു കമാൻഡർ വേണം, അതാണ് നമ്മുടെ ലീഡർ, അപ്പ് ലൈൻ ലീഡർ. പ്രത്യേകിച്ചും നമ്മൾ ഏറ്റവും നല്ല കമ്പനിയാണ് നമ്മുടെ കമ്പനി സക്സസ് ബറി ഗ്ലോബൽ. അതിന്റെ ഏറ്റവും ഉയർന്ന ഒരു ഓർഗനൈസേഷൻ ആണ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് കമ്പനി. ഇന്ന് ലോകത്ത് ഏറ്റവും ഡയറക്ട് സെല്ലിങ്ങില് ഉയർത്തി നിൽക്കുന്ന, അടുത്ത് തന്നെ ഒരുപാട് അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് കമ്പനി. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അതിൽ എത്തിപ്പെട്ടതിന് ആദ്യമായി ഞാൻ റബ്ബിനെ സ്തുതിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാവരും എപ്പോഴും നന്ദിയോടുകൂടി ഈ കാര്യത്തിൽ ദൈവത്തിനോട് നന്ദി പറയണം. അതുപോലെ തന്നെ ആ കമ്പനിയിൽ ഏറ്റവും നല്ല ഓർഗനൈസേഷനായ, വളരെ ഫാസ്റ്റ് ആയിക്കൊണ്ട് ITC എന്ന റാങ്ക് കരസ്ഥമാക്കിയ നമ്മുടെ സക്സസ് ബറി ഗ്ലോബൽ ഓർഗനൈസേഷൻ ആണ്, ഒരു സംഘടനയാണ്. ഈ സംഘടനയുടെ തലപ്പത്ത് ചുക്കാൻ പിടിച്ചിരിക്കുന്നത് നമ്മുടെയൊക്കെ ഗ്രേറ്റ് ലീഡറായ, അടുത്ത് തന്നെ
വലിയ വലിയ ഉയരങ്ങളെ കീഴടക്കാൻ പോകുന്ന, ഡയമണ്ട് ആകാൻ പോകുന്ന നമ്മുടെ ഗ്രേറ്റ് ലീഡർ മനോജ് സാർ ആൻഡ് ലത മാഡം. ഇവരാണ് നമ്മുടെ ചുക്കാൻ പിടിച്ചിരിക്കുന്നത്. ഇതിന്റെ അമരത്തിരിക്കുന്നത്, ഈ ഓർഗനൈസേഷന്റെ അമരത്തിരിക്കുന്നത് അവരാണ്. ഇതിനൊരു പ്രത്യേകമായ ലക്ഷ്യവും അതുപോലെ തന്നെ ഒരുപാട് പ്ലാനിങ്ങും ഉണ്ട്. ആരൊക്കെ ഇതിൽ പിടിച്ചു നിൽക്കുന്നുണ്ട് അവരാണ് ഇതിൽ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയുന്നത്. അതുകൊണ്ട് എനിക്ക് ആദ്യമായി പറയാനുള്ളത്, ഈ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ കമാൻഡറിന്റെ പവർ ഇതിനുണ്ട്. ഈ സിസ്റ്റത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് ആരൊക്കെ ഇതിൽ നിലനിൽക്കുന്നു, ആരൊക്കെയാണ് ഇതിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ ഈ സിസ്റ്റത്തിലുള്ളവരാണ്. അതുകൊണ്ട് ഏത് സമയത്തും സിസ്റ്റം നമ്മൾ ഫോളോവർ ആവണം. അപ്പോഴാണ് നമ്മൾ എല്ലാവരും ഇതിൽ വിജയിക്കുള്ളൂ. സിസ്റ്റം 100% ചോദ്യം ചെയ്യാതെ ആരൊക്കെ ഫോളോ ചെയ്യുന്നു അപ്പോഴാണ് ഇതിൽ വിജയങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു അപ്ലൈൻ മെന്റർ വേണം. അതാണ് നമ്മുടെ റാണി. ഈ റാണി, ഈ കമാൻഡർ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത്, അത് നമ്മൾ 100% വിശ്വസിച്ചുകൊണ്ട് 100% നമ്മൾ അതിൽ ഉൾക്കൊള്ളുകൊണ്ട് ചോദ്യം ചെയ്യാതെ ആരൊക്കെ ഇതിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട്, അവരാണ് ഈ സിസ്റ്റം വിജയിക്കുമ്പോൾ ആ കൂട്ടത്തിൽ വിജയിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ ഒരു അപ്ലൈൻ മെന്റർ വേണം. ആ അപ്ലൈൻ മെന്റർ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആളുകളായിരിക്കണം, സിസ്റ്റത്തിലുള്ളവരായിരിക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്ക് അടിവേരുള്ള ഒരു മരമുണ്ട്. ഈ മരത്തിന് ഒരുപാട് ചില്ലകളുണ്ട്. ആ ചില്ലകൾ അതിൽ ഒരുപാട് പഴങ്ങളും അതുപോലെ തന്നെ പൂക്കളൊക്കെ ഉണ്ടാകുന്ന ചില്ലകളായിരിക്കണം. ഈ ചില്ലയിൽ ആരൊക്കെ ആണ് അഭയം തേടുന്നത് അവരാണ് ഇതിൽ വിജയിക്കുള്ളൂ. മുറിഞ്ഞു പോയ ചില്ലയിൽ, അതായത് സിസ്റ്റം ഒഴിവാക്കിക്കൊണ്ട് ഞാനാണ് സിസ്റ്റം എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തമായി ഈ സിസ്റ്റത്തെ വിട്ടുകൊണ്ട് വർക്ക് ചെയ്യുന്നവരുണ്ടാകും. പക്ഷെ അവിടെ നമ്മൾ തൂങ്ങിക്കഴിഞ്ഞാൽ ഈ അടിവേരിന്റെ പവർ ഉണ്ടാവില്ല. കാരണം നമുക്ക് ഏറ്റവും വലിയ ഗ്രേറ്റ് ലീഡർ ഇന്ന് നമുക്ക് എല്ലാ ഡയറക്ട് സെല്ലിങ്ങിന്റെ ആളുകളും ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഗ്രേറ്റ് ലീഡർ ഉണ്ട്, മുബീൻ മുഹമ്മദ് സാർ. അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിലാണ് നിൽക്കുന്നത്. ഒരു മകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി 1 വർഷത്തോളമായി അമേരിക്കയിൽ സെറ്റിൽ ആയിക്കൊണ്ട് അവരുടെ വീടും സ്ഥലവും വാങ്ങിക്കൊണ്ട് അവിടെ നിൽക്കുകയാണ്. ഈ ഗ്രേറ്റ് ലീഡർ അവിടെ നിന്നുകൊണ്ട് നമ്മുടെ കൈ പിടിച്ചിരിക്കുന്നത് ഗ്രേറ്റ് ലീഡർ നമ്മുടെ മനോജ് സാറിനെയാണ്. എല്ലാ ദിവസവും കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ നമുക്ക് ഈ സക്സസ് ബറിയുടെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും നോക്കുന്നുണ്ട്, അത് നടത്തുന്നുണ്ട്. ഈ മുബീൻ സാറിന്റെ കൈ മനോജ് സാറിന്റെ കയ്യിലാണെങ്കിൽ അതിന് ശേഷമുള്ള ഓരോരോ കൈകളും NTCകളുടെ കൈയാണ്. ഈ NTCകളും സിസ്റ്റവുമായി കണക്ട് ചെയ്ത ആളുകളായിരിക്കണം. അവരുടെ കൈ അതിന്റെ താഴെയുള്ള RTC മുതൽ STC അതുപോലെ തന്നെ ZTC DTC തുടങ്ങിയ എല്ലാ ലീഡേഴ്സിനും അതിൻ്റെതായ ഒരു കണക്ഷൻ ഉണ്ട് മുബീൻ സാറുമായിട്ട്. ഈ കണക്ഷനിൽ ആരൊക്കെ നിലനിൽക്കുന്നു അവരാണ് ഇതിൽ വിജയിക്കുള്ളൂ. അഥവാ അടിവേരുള്ള ഒരു മരം ആണ് ഇത്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ കൂട് കെട്ടുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ താമസിക്കുമ്പോഴും നമ്മുടെ അപ്ലൈൻ മെന്ററെ തെരഞ്ഞെടുക്കുമ്പോഴൊക്കെ ക്രോസ് ലൈനിനെ തെരഞ്ഞെടുക്കാൻ പാടില്ല. ചില ആളുകൾക്ക് യൂട്യൂബിലുള്ള ആളുകളെ കണക്ട് ചെയ്തുകൊണ്ട് അതിലുള്ള ആളുകളുടെ സംസാരം കേട്ടുകൊണ്ട് അവരുമായി കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ അവരുടെ മേൽനോട്ടത്തിൽ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ മുറിഞ്ഞ കൊമ്പിലാണ് കൂട് കെട്ടുന്നത് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് എനിക്ക് ആദ്യമായി കൊണ്ട് തന്നെ പറയാനുള്ളത്, നമ്മുടെ മരം അടിവേരുള്ള മരമാണ്. ഓൾറെഡി ഡയമണ്ട് ആയി ഇവിടെ കാണിച്ചു തന്ന ഒരു ഗ്രേറ്റ് ലീഡറാണ് മനോജ് സാറ്. ഈ മനോജ് സാർ ഇതിൽ ഡയമണ്ട് ആകുമെന്ന് ഉറപ്പാണ്. കാരണം ഏറ്റവും പ്രയാസമുള്ള സിസ്റ്റം, വളരെ പ്രയാസമുള്ള ഒരു കമ്പനിയിൽ ഡയറക്റ്റായി ആ കമ്പനിയിൽ ഡയമണ്ട് ആയി ഇന്ന് നമുക്ക് യൂട്യൂബിലൊക്കെ അടിച്ചാൽ സാധിക്കും. ഡയമണ്ട് മനോജ് സാർ എന്ന് അടിച്ചാൽ നമ്മുടെ മനോജ് സാറിന്റെ എക്സ്പീരിയൻസും അന്നത്തെ ആൾക്കൂട്ടവും അന്നത്തെ ആ ലീഡറുടെ പവറും ഒക്കെ നമുക്ക് ഇന്നും നമ്മളെ യൂട്യൂബിലൊക്കെ കാണാൻ പറ്റും. ഞാൻ കാണലുണ്ട്. ഈ മനോജ് സാറാണ് നമ്മളൊക്കെ നയിക്കുന്നത്. അതുകൊണ്ട് ഈ അടിവേരുള്ള മരത്തെ വിട്ടുകൊണ്ട് ആരും യൂട്യൂബിലെയോ അല്ലെങ്കിൽ ക്രോസ് ലൈനിലെയോ ബന്ധമുള്ള ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. അവരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുകയാണെങ്കിൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ബാപ്പ ഒരു മകനോട് പറയുന്നത് പോലെ നമ്മുടെ അപ്ലൈൻ മെന്റർ മകനോട് പറയുന്നു. ഈ മകനെ ബാപ്പ പറയുന്നത് കേൾക്കാതെ ബാപ്പ പറയുന്നതിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് അയൽവാസികളും നാട്ടുകാരും പറയുന്നത് കേൾക്കുകയാണെങ്കിൽ ഈ വാപ്പാക്ക് മകൻ വിജയിക്കണമെന്ന താല്പര്യമുള്ളതുപോലെ മറ്റുള്ളവർക്ക് ഈ മകനെ വിജയിപ്പിക്കണമെന്ന ഉദ്ദേശം ഉണ്ടാവില്ല. എന്തൊക്കെ കാര്യങ്ങൾ പറയും, എന്തൊക്കെ ചെയ്യും, വിജയിച്ച് പരാജയപ്പെട്ടു. എന്നാൽ നമ്മുടെ സിസ്റ്റം 100% ഫോളോ ചെയ്തുകൊണ്ട് നാം വർക്ക് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഉപ്പയാണ് നമ്മുടെ മെന്റർ. ആ മെന്ററിന്റെ അത്ര ഈ ആള് വിജയിക്കണമെന്ന് മറ്റുള്ള ആളുകൾക്കൊന്നും
ഇപ്പൊ യൂട്യൂബിലുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ ക്രോസ് ലൈൻ ആളുകൾക്കോ അത്ര താല്പര്യം ഉണ്ടാവില്ല. കാരണം നമ്മുടെ വർക്കിന്റെ ബിസിനസ് വോളിയം അവർക്ക് കിട്ടൂല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് 100% സിസ്റ്റം ഫോളോവർ ആയിക്കൊണ്ട് ഈ അടിവേരുള്ള ഈ മരത്തെ മുറുകെ പിടിച്ചുകൊണ്ട് എല്ലാവരും വിജയിക്കണം. ആരൊക്കെ സിസ്റ്റം ഫോളോ ചെയ്യുന്നു അവരാണ് ഇതിൽ വിജയിക്കുക. അതുകൊണ്ട് എല്ലാവരും ഒരേ ലക്ഷ്യത്തിന് വേണ്ടി ഒരുമിച്ച് പ്ലാനിങ്ങോട് കൂടി വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൽ നമ്മൾ ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. അഥവാ എനിക്ക് ഒരു സാധാരണ മദ്രസ അധ്യാപകനായ ചെറിയ ശമ്പളത്തിൽ മാസത്തിൽ വരുമാനം വാങ്ങിയിരുന്ന എന്നെ ഇതിൽ വലിയ വലിയ ബിസിനസിന്റെ കാര്യങ്ങൾ ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നത് പോലെ, ഒരു LKG വിദ്യാർത്ഥിയെ പഠിപ്പിക്കുന്നത് പോലെ 46 വയസ്സായ എനിക്ക് ഇതിൽ ഈ ചെറിയ ചെറിയ ബാലപാഠങ്ങൾ തൊട്ട് ഇതിന് വേണ്ട വലിയ ലീഡർഷിപ്പിലേക്കുള്ള കാര്യങ്ങൾ വരെ സക്സസ് ബറി ഗ്ലോബലാണ് പഠിപ്പിച്ചു തരുന്നത്. ഓരോരോ മീറ്റിങ്ങുകളും ട്രെയിനിങ്ങുകളും അതുപോലെ തന്നെ RTP പോലെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് വേണ്ട സ്വപ്നങ്ങളും നമുക്ക് വേണ്ട ഗോളുകളൊക്കെ എഴുതി വെക്കാനും അത് നേടിയെടുക്കാനും അത് അച്ചീവ് ചെയ്യാനും നമുക്ക് കാര്യങ്ങളൊക്കെ ഒരു മെന്ററുടെ സഹായത്തോട് കൂടിയേ സാധിക്കുള്ളൂ. ഒരു കമാൻഡറുടെ പവറോട് കൂടിയത് നമുക്ക് സാധിക്കുള്ളൂ. അതാണ് നമ്മുടെ സക്സസ് ബറി ഗ്ലോബൽ. അതുകൊണ്ട് തന്നെ ഒരേ ലക്ഷ്യം ഉണ്ടാകണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അതിനു വേണ്ടി കൂടിയിരിക്കണം. അതിന് ടീം മീറ്റിംഗ് എന്നാണ് പറയുക. ആ ടീം മീറ്റിംഗിൽ ഏതൊക്കെ ടീമിലാണ് നമ്മൾ നടത്തുന്നത്, ആ ടീമിലാണ് നമുക്ക് ഏതൊക്കെ റാങ്കാണ് അടിക്കേണ്ടത്, ഇന്ന സമയമാകുമ്പോൾ ഈ മാസം ക്ലോസ് ചെയ്യുന്ന സമയത്ത് ആരൊക്കെ റാങ്ക് മാറണം, ആരൊക്കെയാണ് ഇതിൽ അച്ചീവർ ആകേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നത് ടീം മീറ്റിംഗിലാണ്. ആ ടീം മീറ്റിംഗിനും ഒരു പവർ ഉണ്ട്, അതിലൊരു ലീഡർ ഉണ്ടാകും. ആ ലീഡർ നമ്മുടെ സിസ്റ്റവുമായി കണക്ട് ചെയ്ത ലീഡർ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളുടെ ഒരേ ലക്ഷ്യത്തോടു കൂടി വർക്ക് ചെയ്യുമ്പോൾ അതിലുള്ള ഒരുപാട് ആ ടീം മീറ്റിങ്ങിലുള്ള ഒരുപാട് ആളുകളുടെ റാങ്ക് മാറാനും അതുപോലെ തന്നെ അവർക്ക് വരുമാനം കൂട്ടിക്കൊടുക്കാനും അതുപോലെ ഇതിൽ ഒരു തീരുമാനമെടുത്തുകൊണ്ട് ഇത് ഉറച്ചു നിന്നുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു ഗ്രേറ്റ് ലീഡറാക്കി മാറ്റാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ടീം മീറ്റിങ്ങൾക്ക് അതിൻ്റെതായ പവറുണ്ട്. ആ ടീം മീറ്റിങ്ങിലാണ് നമ്മുടെ ഈ ഓരോരോ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുക. അതുകൊണ്ട് നമ്മുടെ എല്ലാ ടീമുകളിലും ടീം മീറ്റിങ്ങുകൾ നടത്തണം. അതുപോലെ തന്നെ എല്ലാവരും ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം. അഥവാ ഒരു ഫോർ വീല് ആ 4 വീല് വാഹനം 4 ചക്രങ്ങളും ഒരേ ദിശയിലേക്ക് കറങ്ങുമ്പോഴാണ് അത് ലക്ഷ്യത്തിലേക്ക് എത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമ വേണം, അതല്ലെങ്കിൽ ഒരു യൂണിറ്റി വേണം. ആ യൂണിറ്റി ഉണ്ടാകണമെങ്കിൽ എല്ലാവരും ഒരേ ലക്ഷ്യത്തിലേക്ക് ഒരേ ദിശയിലേക്ക് കറങ്ങുമ്പോഴാണ് അത് വിജയിക്കുള്ളൂ. 3 ചക്രം ഒരു ഭാഗത്തേക്കും ഒരു ചക്രം ഈ റിവേഴ്സിലും കറങ്ങിയാല് നമുക്കിതിൽ പിടിച്ചു നിൽക്കാനും ഉയരാനും സാധിക്കൂല. അതുപോലെ തന്നെയാണ് നമ്മുടെ ടീമുകളുടെ ലക്ഷ്യവും. ഈ ടീമുകൾക്ക് ഒരേ ലക്ഷ്യത്തിൽ ഒരേ ഐക്യത്തില് നമ്മളെല്ലാവരും ഒരേ ദിശയിലേക്ക് കറങ്ങുമ്പോഴാണ് നമുക്കിതിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ വെള്ളംകളി കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് ഈ വെള്ളത്തിലേക്ക് ഒരുപാട് ആളുകള് ഒരേ ദിശയിലേക്ക് ചുക്കാൻ ചലിപ്പിക്കുമ്പോഴാണ് അത് ഉയരങ്ങളിലേക്ക് എത്തുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ ബിസിനസ്സും. 10 ആളുണ്ടെങ്കിൽ 10 ആളുകളും ഇന്ന ആളെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് അവരെ ലീഡർഷിപ്പിലേക്ക് വരണം. ഒരു ബെറിസ്റ്റാർ ആയ ആളെ അടുത്ത ക്ലോസിംഗിൽ ഒരു ടീം കോർഡിനേറ്റർ ആക്കണം അല്ലെങ്കിൽ ഫാസ്റ്റ് ട്രാക്കർ ആക്കണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് എല്ലാ ലീഡേഴ്സും ആ ബെറിസ്റ്റാറിന്റെ താഴെ വർക്ക് പ്ലാൻ ചെയ്തുകൊണ്ട് അതിന്റെ താഴെ ബെറിസ്റ്റാറും ഡബിൾ സ്റ്റാറും ഫാസ്റ്റ് ട്രാക്കറും ഫോക്കസ് ചെയ്തുകൊണ്ട് ലീഡേഴ്സിനെ സെലക്ട് ചെയ്തുകൊണ്ട് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളുകൾക്ക് അവരെ താഴെ വർക്ക് പ്ലാനിങ്ങും ഹോം മീറ്റിങ്ങും സെറ്റ് ചെയ്തുകൊണ്ട് ആ ഹോം മീറ്റിങ്ങിൽ വന്ന ആളുകളെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് അവിടെ ക്ലോസിംഗ് നടത്തിക്കൊണ്ട് താഴെ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് മുകളിലുള്ള ഒരു അടിയിലുള്ള ഒരു ഫാസ്റ്റ് ട്രാക്കറെ ഈ ക്ലോസിംഗിന്റെ സമയത്ത് ടീം കോർഡിനേറ്റർ ആക്കാൻ സാധിക്കും. അദ്ദേഹത്തിന് 30,000 വരുമാനം ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതാണ് ടീമിന്റെ പവറാണത്. അതുകൊണ്ട് തന്നെ ആ ടീമുകൾ ഒരേ ലക്ഷ്യത്തിന് വേണ്ടി ഒരേ ഫോക്കസോട് കൂടി ഒരുപാട് ലീഡേഴ്സ് ഒരു ടീമിനെ ഒന്നായിട്ട് ടീം കോർഡിനേറ്റർ എന്ന ഒരു പ്ലാനിലേക്ക് എത്തിക്കാനുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മൾ താഴെ നേരെ പോകാതെ ലിസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു ലീഡർക്ക് ലിസ്റ്റ് വേണം. അതായത് ഒരു ബെറിസ്റ്റാറെ നമ്മൾ അടുത്ത ക്ലോസിംഗിലേക്ക് TC ആക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 210 ആളുകളുടെ ലിസ്റ്റ് ആ ബെറിസ്റ്റാർ അടുത്ത് പോയി നമ്മൾ ഉണ്ടാക്കണം. അത് നമ്മുടെ ഉദ്ദേശമാണ്. എന്നിട്ട് ആ ബെറിസ്റ്റാറിനോട് പറയാം, ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത ക്ലോസിംഗോട് കൂടി ടീം കോർഡിനേറ്റർ ആക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്.
ഇന്ന പ്ലാനിങ്ങുകളും ആക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ തീരുമാനമെടുത്ത ആളായിരിക്കണം, ഞങ്ങളെ കൂടെ ഉറച്ചു നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് TC ആകൽ ആ ലീഡറുടെ ആവശ്യമാകുമ്പോൾ അദ്ദേഹത്തിന്റെ 100% സപ്പോർട്ടും നമുക്ക് കിട്ടും. അതായത് ഒരു ലീഡറെ വിളിച്ച് വലിച്ചു കൊണ്ടുപോകുന്നതിന് പകരം നമ്മളെയും വിളിച്ച് ആ ലീഡർ പോകുന്നുണ്ടാകും. അതാണ് ഇതില് ഏറ്റവും നല്ലൊരു ബ്യൂട്ടി. അതുകൊണ്ട് തന്നെ ഇന്ന് വന്ന ആളെ വരെ ഒറ്റ ക്ലോസിംഗ് കൊണ്ട് തന്നെ നമുക്ക് ടീം കോർഡിനേറ്ററും അതുപോലെ തന്നെ വലിയ വലിയ റാങ്കിലേക്കും ആ TC പിന്നെ നമ്മൾ അതിന്റെ താഴെ TC ഉണ്ടാകുമ്പോൾ ATC ആകും. ആ ATC താഴെ വേറെ ATC വരുമ്പോൾ DTC ആകും. ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മൾ ഇതിനെ പ്ലാൻ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഇതിൽ വിജയിക്കാൻ സാധിക്കും. എല്ലാവർക്കും നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് ടീം മീറ്റിംഗ് കൂടിക്കൊണ്ട് പ്ലാനിങ്ങോട് കൂടി മുന്നേറുക. അതുപോലെ തന്നെ നല്ല ഐക്യത്തിൽ നമ്മൾ നിലകൊള്ളണം. ഐക്യം ഏതൊരു വിജയത്തിന്റെയും മാനദണ്ഡമാണ്. അഥവാ നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിൽ ഒരു പ്രാവശ്യം കൂലി കിട്ടുള്ളൂ, പ്രതിഫലം കിട്ടുള്ളൂ. എന്നാൽ ഒരാളെയും കൂട്ടിക്കൊണ്ട് ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ അതിന് റിസൾട്ട് 27 ഇരട്ടിയാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും ഇതിന് 27 അതിലേറെ ഇരട്ടി പ്രതിഫലം നമ്മൾ കൂട്ടമായി ചെയ്യുന്ന ഈ പ്രവർത്തനത്തിന് നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഫുട്ബോൾ കളി കണ്ടിട്ടുണ്ടാവും. ഈ ഫുട്ബോൾ കളിക്കാർക്ക് ഗോൾ അടിക്കുക എന്ന ലക്ഷ്യമാണുള്ളത്. അരമണിക്കൂർ സമയം കൊണ്ട് മാക്സിമം ഗോൾ അടിക്കാനുള്ള പ്ലാനിങ് അതിന്റെ ക്യാപ്റ്റൻ നൽകിയിട്ടുണ്ടാകും. അപ്പോൾ ഇപ്പൊ കിട്ടിയ ഒരു പന്ത് തൊട്ടടുത്ത ആളുകളിലേക്ക് പാസ് ചെയ്തുകൊണ്ട് അതിങ്ങനെ പാസ് ചെയ്ത് അവസാനത്തെ ഒരാൾ ഗോൾ അടിക്കുമ്പോൾ ഈ ഗോൾ ആരാണ് ഗോൾ അടിച്ചത്? ഗോൾ അടിച്ചത് ടീമിന്റെ ഗോളാണ്, ടീമിന്റെ വിജയമാണ്. അതുപോലെ നമ്മുടെ ടീമിൽ ഒരുപാട് ആളുകൾ ഗോൾ അടിക്കുമ്പോൾ വിജയിക്കുമ്പോൾ ഇത് ടീമിന്റെ വിജയമാണ്. അതുകൊണ്ട് ഇന്ന് കിട്ടിയ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിലും അദ്ദേഹത്തെ തട്ടിക്കൊണ്ട് ആദ്യം ഒരു ബെറി സ്റ്റാർ ആക്കണം, പിന്നെ ബെറി ഡബിൾ സ്റ്റാർ ആക്കണം, ഫാസ്റ്റ് ട്രാക്കർ ആക്കണം, TC ആക്കണം, ATC ആക്കണം, DTC ആക്കണം. ഇങ്ങനെ റാങ്ക് മാറിക്കൊണ്ട് ഡയമണ്ട് ആക്കുന്നത് വരെ നമുക്ക് ഇതിൽ കളിക്കാൻ കഴിയണം. അപ്പോഴാണ് ഈ ടീമിന്റെ വിജയമാക്കി മാറ്റുന്നത്. അതുകൊണ്ട് യൂണിറ്റി ഇതിന് പ്രാധാന്യമാണ്. അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. കാരണം മനുഷ്യന്മാരാകുമ്പോ എല്ലാവരും ഒരേ സ്വഭാവക്കാരനാകണം എന്ന് നമ്മൾ വാശി പിടിക്കരുത്. പലർക്കും പല സ്വഭാവങ്ങൾ ഉണ്ടാകും. പല മതത്തിലുള്ളവരും പല രാഷ്ട്രീയക്കാരും ഒക്കെ ആയിരിക്കും. എന്നാലും നമ്മുടെ ലക്ഷ്യം ഒന്നായിരിക്കണം. അപ്പോഴാണ് നമ്മളിത് വിജയിക്കുള്ളൂ. ഒറ്റയടിക്ക് നമുക്ക് ആരെയും മാറ്റിമറിക്കാൻ കഴിയൂല. കാരണം സ്വഭാവം മാറ്റണമെങ്കിൽ വളരെ പ്രയാസമാണ്. ഒരുപാട് കാലം കൊണ്ട് ഉണ്ടാക്കിയ സ്വഭാവം ഇന്നെ മാറണം എന്ന് പറഞ്ഞാൽ അത് മാറ്റാൻ നമുക്ക് സാധിക്കൂല. അതുകൊണ്ട് ഈ ലീഡർഷിപ്പ് ഇങ്ങനെ കയറി വരുന്ന സമയത്ത് അവരുടെ സ്വഭാവങ്ങളും അവര് എന്തെങ്കിലും ദുശ്ശീലം ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇതിലൂടെ മാറ്റിയെടുക്കാൻ പറ്റും. ഒരുപാട് തെളിവുകൾ നമ്മുടെ ടീമുകളിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, അവൻ അങ്ങനെയാണ്, അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരെയും മാറ്റി നിർത്തരുത്. ഘട്ടം ഘട്ടമായി എല്ലാവരുടെയും സംസാര രീതിയും സ്വഭാവത്തിലും ദേഷ്യത്തിലും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാകും. ഇന്ന് ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ അദ്ദേഹം ക്രമേണ ഇതിൽ ഡയമണ്ട് ആകും. ഒരുപാട് പ്രക്രിയക്ക് വിധേയമാകുമ്പോഴാണ് ഒരു കല്ല് ഡയമണ്ടായി മാറുന്നത്. അതുപോലെ തന്നെ ഇതിനും കുറച്ച് സമയമെടുക്കും. ഇന്ന് വന്ന് നാളെ തന്നെ ഒരു TC ആകണം അല്ലെങ്കിൽ ATC ആകണം, അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകണം എന്നൊന്നും പറഞ്ഞ് ആരും വാശി പിടിക്കരുത്. നമ്മൾ ഘട്ടം ഘട്ടമായി ഒരുപാട് കാര്യങ്ങൾ ഈ അടുത്തിരുന്നു കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് നല്ല ഡയമണ്ട്ഷിപ്പിലേക്ക് ആരെയും നമുക്കിത് വളർത്തിയെടുക്കാൻ സാധിക്കും. എന്റെ ഒക്കെ ആദ്യത്തെ കോലം കാണുകയാണെങ്കിൽ എനിക്ക് ആരും ഈ ബിസിനസിന്റെ പ്ലാൻ തന്നെ തരൂല. അത്രയും മോശപ്പെട്ട രൂപത്തിലായിരുന്നു ഞാൻ രാവിലെ മദ്രസ വിട്ടാല് പിന്നെ പല സൈസ് യൂണിഫോം ആണ് ധരിക്കുക. തെങ്ങ് കയറാൻ ഒരു യൂണിഫോം ഉണ്ട്, അതുപോലെ തന്നെ കരാട്ട ക്ലാസ്സിന് വേറെ യൂണിഫോം ഉണ്ട്, അതുപോലെ തന്നെ എനിക്ക് വയറിങ്, പ്ലംബിങ്, ലൈറ്റ് ആൻഡ് സൗണ്ട് ഇതൊക്കെ ഉണ്ട്. അതിനൊക്കെ അതിൻ്റെതായ യൂണിഫോമുകൾ ധരിക്കുന്ന സമയത്ത് ചില സമയത്ത് തന്നെ കണ്ടാല് ഈ ബിസിനസിന്റെ പ്ലാൻ തന്നെ തരൂല. അതിൽ നിന്ന് മാറ്റി അതൊക്കെ ഹാർഡ് വർക്ക് ആണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോ ഘട്ടം ഘട്ടമായി മാറ്റിമറിച്ചുകൊണ്ട് ഇപ്പോൾ എന്നെ ഒരു സക്സസ് ബെറിയുടെ STC ലീഡറാക്കി അതിന്റെ യൂണിഫോമാണ് ഇപ്പോൾ ഞാൻ ധരിക്കുന്നത്. ഇതുപോലെ ഇന്ന് വന്ന ഒരാള് ഇപ്പൊ തന്നെ മാറണമെന്ന് നമ്മൾ വാശി പിടിക്കരുത്. ഘട്ടം ഘട്ടമായി ഇതിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് അവർക്ക് നോളജ് കൊടുത്തുകൊണ്ട് ഒരുപാട് ട്രെയിനിങ്ങുകൾ കൊടുത്തുകൊണ്ട് ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ട് നമുക്കിതിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. അത് എന്റെ സ്വന്തം മാറ്റമല്ല, ടീമിന്റെ മാറ്റമാണ്. അതുപോലെ തന്നെ അതിന്റെ ഉത്തരവാദിത്തം
നേരത്തെ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് ടീം ഗോൾ അടിച്ചതുപോലെ സക്സസ് ബറി ഗ്ലോബൽ എന്ന ടീമിന്റെ വിജയമാണ് നമ്മുടെ ഒക്കെ വിജയം. അതുകൊണ്ട് തന്നെ സക്സസ് ബറി ഗ്ലോബൽ എന്ന ഈ അടിവേരുള്ള ഈ മരത്തിൽ എല്ലാവരും മുറുകെ പിടിക്കുക. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഉയർന്ന രീതിയിൽ വിജയിക്കാൻ സാധിക്കും. അതിന് നമ്മള് ലീഡറുടെ കമാൻഡർ, നമുക്ക് എല്ലാവർക്കും ഓരോ അപ്ലൈൻ ലീഡർ വേണം. അതാണ് നമ്മുടെ മെന്റർ. ആ മെന്റർ പറയുന്നത് ചിലപ്പോ നമുക്ക് ഇഷ്ടമില്ലാത്തതായിരിക്കും. ഉദാഹരണം, ഉപ്പ നമ്മളെ ഉപദേശിക്കുന്ന സമയത്ത് നമുക്ക് ചില കാര്യങ്ങളൊന്നും ഇഷ്ടമില്ലാത്തതും ഉപ്പ പറയും. പക്ഷെ നമ്മളത് ചെയ്യൽ നിർബന്ധമാകും. കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും എന്റെ ഉപ്പ പറഞ്ഞത് എത്ര കറക്റ്റാണ്, അത് 100% വിശ്വസിച്ചത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ നിലയിലെത്തിയത്, ഞാൻ വിജയിച്ചത്. അതുപോലെ കുറച്ച് കഴിയുന്ന സമയത്തായിരിക്കും ഈ മെന്റർ പറഞ്ഞത് നമുക്ക് അത് മധുരിക്കുന്നതായി മാറുന്നത്. ആദ്യം നമുക്ക് കയ്പായിരിക്കും. ഇപ്പൊ നെല്ലിക്ക തിന്നത് പോലെ ആദ്യം കഴിക്കും, പിന്നെ ആദ്യം ചവർക്കും, പിന്നെ മധുരിക്കും എന്ന് പറഞ്ഞതുപോലെ ആദ്യം നമുക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള കാര്യമായിരിക്കും നമ്മുടെ അപ്ലൈൻ മെന്റർ പറയുന്നത്. പിന്നീടാണ് അതിന്റെ റിസൾട്ടും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പോഴാണ് അത് മധുരമുള്ളതായി മാറുന്നത്. അതുകൊണ്ട് അപ്ലൈൻ മെന്റർ എല്ലാവർക്കും വേണം. ആ മെന്ററാണ് നമ്മുടെ ടീമിന്റെ യൂണിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ ടീമിന്റെ കമാൻഡറൊക്കെ ആയി മാറുന്നത്. ആ കമാൻഡർ പറയുന്നതാണ് ടീം 100% പ്രവർത്തിക്കേണ്ടത്. അപ്പോഴാണ് നമ്മുടെ ടീമിൽ വരുമാനം വാങ്ങുന്ന ഒരുപാട് ആളുകളെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇതിനൊരു ലക്ഷ്യമുണ്ട്. സക്സസ് ബറി ഗ്ലോബൽ എന്ന ഈ ഓർഗനൈസേഷന് നമ്മുടെ ലക്ഷ്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ ഈ ബറി ഡേ എന്ന പ്രോഗ്രാം ആകുമ്പോഴേക്കും 1 ലക്ഷം വരുമാനം വാങ്ങുന്ന നിരവധി ആളുകളെ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. അതിൽ ഞാൻ ഉൾപ്പെടണമെങ്കിൽ സക്സസ് ബറി ഗ്ലോബൽ എന്ന ഈ മരത്തിൽ നമ്മൾ മുറുകെ പിടിക്കണം. അപ്പോഴാണ് ഇതിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ. ഞാൻ എന്റെ തോന്നിയ പോലെ ചെയ്യും, ഞാൻ ഈ സിസ്റ്റം ഇല്ലെങ്കിലും എനിക്കിതിൽ വിജയിക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും എടുത്തു ചാടിയാൽ ഇതിൽ ഒരിക്കലും നമുക്ക് അവരെ വിജയിക്കാൻ സാധിക്കൂല. കാരണം ഇതിൽ വിജയിക്കണമെങ്കിൽ, ഇതിൽ പരാജയപ്പെടണമെങ്കിൽ ഞാൻ മാത്രം ഉദ്ദേശിച്ചാലേ പരാജയപ്പെടാൻ പറ്റുള്ളൂ. ഈ സക്സസ് ബറി ഗ്ലോബൽ എന്ന ഈ വലിയ ഓർഗനൈസേഷനിൽ ഒരാളുണ്ടെങ്കിൽ അവരെ വിജയിപ്പിക്കണമെന്ന ലക്ഷ്യം അവരാരൊക്കെയാണ് എന്ന് നമ്മൾ ഗ്രേറ്റ് ലീഡർ മനോജ് സാറിന് അറിയാം. ഈ മനോജ് സാറ് ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. കാരണം ഒരുപാട് ആളുകൾക്ക് വരുമാനം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് മനോജ് സാർ ITC ആയത്. അതുപോലെ തന്നെ ഈ സക്സസ് ബറി ഗ്ലോബൽ ഓരോ ലക്ഷം വരുമാനമാകുന്ന ആളുകളെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിലുണ്ടാകണമെങ്കിൽ നമ്മളൊക്കെ ഈ സക്സസ് ബറി ഗ്ലോബൽ എന്ന ഈ വാഹനത്തിൽ ഉണ്ടാകണം. അപ്പോഴാണ് ഇത് ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോൾ ആ വാഹനത്തിൽ നിന്ന് നമുക്ക് അവിടെ ഇറങ്ങാൻ സാധിക്കുള്ളൂ ലക്ഷ്യസ്ഥാനത്ത്. അതുകൊണ്ട് എല്ലാവരും SBGയെ മുറുകെ പിടിക്കുക. ടീമിന്റെ കെട്ടുറപ്പിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതായത് ഒരു ടീം വിജയിപ്പിക്കണമെങ്കിൽ ആ ടീമിന് ഈ ലീഡറും അതുപോലെ തന്നെ അണികളും നല്ല ക്ഷമാശീലരാകണം. നല്ല ക്ഷമ വേണം. അതിന്റെ ഒന്നാമത്തെ ക്വാളിറ്റി അതാണ്, ക്ഷമിക്കുക. അതുകൊണ്ട് തന്നെയാണ് നമ്മോട് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇന്നല്ലാഹ മഅ സ്വാബിരീൻ, ക്ഷമയുള്ളവരുടെ കൂടെയാണ് നമ്മുടെ അള്ളാഹു ഉള്ളത്. അതുപോലെ തന്നെ ഏതൊരു പാർട്ടിയാണെങ്കിലും അത് വിജയിക്കണമെങ്കിൽ ക്ഷമ വേണം. ചിലപ്പോ പാർട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടിയുടെ മീറ്റിങ്ങിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതെല്ലാം പാർട്ടിയുടെ മീറ്റിംഗ് തീരുമ്പോഴേക്കും അവിടെ വെച്ച് കൊണ്ട് തന്നെ തീരുമാനമാക്കി എല്ലാവരും കെട്ടിപ്പിടിച്ച് ഒരേ ലക്ഷ്യത്തിന് വേണ്ടി വീണ്ടും ഫീൽഡിൽ ഇറങ്ങുന്നു. അപ്പോഴാണ് ആ പാർട്ടി വിജയിക്കുന്നത്. അതുപോലെ തന്നെ സക്സസ് ബറി ഗ്ലോബൽ എന്ന നമ്മുടെ ഈ ഓർഗനൈസേഷനും ഒരു പാർട്ടി പോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ ആണ്. ഇതിനും വേണ്ടത് പാർട്ടിക്കാർക്കുള്ള അതേ നിലപാട് തന്നെയാണ്. ചിലപ്പോ നമ്മളുടെ ടീമിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അത് നമ്മൾ ക്ഷമിക്കണം, പൊറുക്കണം, വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാവണം. അപ്പോഴാണ് നമ്മുടെ പാർട്ടി വിജയിക്കുള്ളൂ. ഇതുപോലെ രാഷ്ട്രീയക്കാരെ പോലെ തന്നെ ഇപ്പോ സ്റ്റേജിലൊക്കെ വെച്ച് നല്ല ചീത്ത പറഞ്ഞ് കുറ്റം പറഞ്ഞ ആളുകള് പിന്നെ ഒരു കല്യാണ വീട്ടിലോ അല്ലെങ്കിൽ വേറൊരു മേഖലയിലൊക്കെ ഈ കണ്ടുമുട്ടുന്ന സമയത്ത് കെട്ടിപ്പിടിക്കുന്നതും അതുപോലെ തന്നെ ആലിംഗനം ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ അവർ ആ ആദ്യം പറഞ്ഞതൊക്കെ മനസ്സിൽ നിന്ന് പോയിട്ടുണ്ടാകും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ബിസിനസ്സും. ഇതിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യണം. ചില ആളുകൾ ചില ടീമുകളൊക്കെ ചെയ്യുന്നതും പറയുന്നതും ആ സമയത്ത് നമുക്ക് ദേഷ്യം കൊണ്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. എന്നാൽ പാർട്ടിക്കാർ ചെയ്യുന്ന അതേ നിലപാട് ഇതിലും നമ്മൾ എടുക്കണം. അവരെ വീട്ടിൽ ചെന്ന് പോയിക്കൊണ്ട് അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ്, നീ ക്ഷമിക്കണം, നമുക്ക് എല്ലാവർക്കും വലിയ ലക്ഷ്യമുണ്ട്, ഈ ലക്ഷ്യത്തിലെത്താൻ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി ഒരേ ഫോക്കസോടുകൂടി വർക്ക് ചെയ്താൽ നമുക്ക് വിജയിക്കുള്ളൂ. അതുകൊണ്ട് കൂടെ നിൽക്കണം. ഇതുവരെ കഴിഞ്ഞതൊക്കെ നമ്മൾ പൊറുക്കണം, മറക്കണം എന്ന് പറഞ്ഞുകൊണ്ട്
നമ്മളെല്ലാവരും പരസ്പരം വിട്ടുവീഴ്ച മനോഭാവം ഇതിൽ നിർബന്ധമാണ്. അപ്പോഴാണ് നമ്മുടെ ഈ ആളുകളും ഇതുപോലെ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് നമ്മുടെ ടീം നല്ല കെട്ടുറപ്പുള്ള, നമ്മൾ ഐക്യമുള്ള ഒരു ടീമായിട്ട് മാറുള്ളൂ. അപ്പോൾ ഒന്നാമതായിക്കൊണ്ട് നമുക്ക് വേണ്ടത് വിട്ടുവീഴ്ചയാണ്, ക്ഷമയാണ്. രണ്ടാമതായിക്കൊണ്ട് നമുക്ക് വേണ്ടത് കമ്മ്യൂണിക്കേഷനാണ്. അതായത് നമ്മുടെ ടീമിലുള്ള ആളുകളെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വിളിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയും. ഇതിൽ എത്രത്തോളം കൂട്ടാൻ സാധിക്കുന്നു അത്രത്തോളം നമ്മുടെ ടീമിൽ കെട്ടുറപ്പുണ്ടാവും, നമ്മുടെ ടീമിൽ ഐക്യമുണ്ടാകും. നമ്മുടെ ടീമിൽ ഐക്യമുണ്ടാകുമ്പോഴാണ് നമുക്ക് ഒരേ രൂപത്തിലുള്ള വിജയം കരസ്ഥമാക്കാൻ സാധിക്കുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ടീമില് TC-യും ATC-യും DTC-യും ഒക്കെ ഉണ്ടാകണമെങ്കിൽ നല്ല ഐക്യം വേണം. ഈ ഐക്യത്തിന് വേണ്ടിയിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മൾ വർദ്ധിക്കണം. അതായത് നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ സമയം കളയാതെ നമ്മുടെ ടീമിലുള്ള ആളുകളെ വിളിച്ചുകൊണ്ട് കാര്യങ്ങൾ അന്വേഷിക്കുക. അവരുടെ സന്തോഷത്തിലും സങ്കടത്തിലും നമ്മൾ പങ്കുചേർക്കുക, നമ്മൾ പങ്കാളികളാവുക. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നല്ല നല്ല നമുക്ക് വേണ്ട മോട്ടിവേഷൻ ക്ലാസ്സുകളും അതുപോലെ തന്നെ നമുക്ക് സന്തോഷിക്കാൻ പറ്റിയ അവസരങ്ങളൊക്കെ ഉണ്ടാക്കുക. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന അവസരങ്ങൾ, അതുപോലെ തന്നെ ഒരുമിച്ചിരുന്ന് നമ്മളെ കലാപരിപാടികളൊക്കെ ചെയ്യുന്നത്, പാട്ട് പഠിച്ച ആളുകൾക്ക് പാട്ട് പാടാനും അതുപോലെ തന്നെ ഇതിനു വേണ്ട ഒരുപാട് സ്കില്ലുകൾ വർദ്ധിപ്പിക്കാൻ പറ്റിയ അവസരങ്ങൾ നമ്മൾ ടീമിൽ ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് ഒരുപാട് ഒത്തൊരുമയോടുകൂടി നല്ല സ്നേഹത്തോടുകൂടി ഒരു വീട്ടിലെ മക്കളെ പോലെ തന്നെ നമുക്ക് ഇത് വളരാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോഴും സങ്കടം ഉണ്ടാകുമ്പോഴും കൂടെ നിൽക്കാൻ കഴിയണം. ഒരാൾക്ക് നല്ല രീതിയിൽ ബിസിനസ് വർദ്ധിക്കുമ്പോൾ മാത്രമല്ല അവരെ കൂടെ കൂട്ടേണ്ടത്, അവരെ താഴെ പോകുമ്പോഴും അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് അവർക്ക് വരുമാനം ഉണ്ടാക്കുന്ന രൂപത്തിൽ നമ്മുടെ പ്ലാനിങ്ങുകൾ മാറണം. അപ്പോഴാണ് നമ്മൾ ഇതിൽ എല്ലാവരും വിജയിക്കുള്ളൂ. എല്ലാവരും വിജയിപ്പിക്കണമെന്ന ഉത്തരവാദിത്തമാണ് നമ്മളെല്ലാവരും ഏറ്റെടുത്തത്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ കൊമ്പ് മുറിച്ചു മാറ്റാതെ ആ കൊമ്പിന് വേണ്ട വളങ്ങളും അതുപോലെ തന്നെ ശുശ്രൂഷകളൊക്കെ ചെയ്തുകൊണ്ട് അത് നിലനിർത്തുമ്പോഴാണ് അതിൽ നമുക്ക് വീണ്ടും കായ്കൾ കായ്ക്കുള്ളൂ, പൂക്കൾ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് താൽക്കാലികമായ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ടീമിലും ആളുകളിലൊക്കെ ഉണ്ടാകും. അപ്പോൾ അവരെ ആരെയും മുറിച്ചു മാറ്റരുത്. അവരെ നമ്മൾ കൂടെ നിർത്തിക്കൊണ്ട് ഏത് വിഷയത്തിലാണ് അവരുടെ പ്രശ്നമുള്ളത് അത് നമ്മൾ അപ്ലൈൻ ലീഡറുമായി ഇരുന്ന് ചർച്ച ചെയ്തുകൊണ്ട് പരിഹരിച്ചാൽ നമുക്ക് ഒരുപാട് ചില്ലകളുള്ള വലിയ മരമായി, നല്ലൊരു തണൽ മരമായി, ഒരുപാട് ആളുകൾക്ക് പഴങ്ങളും പൂക്കളും നൽകുന്ന ഒരു മരമായി മാറാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഐക്യത്തോടുകൂടി ഒത്തൊരുമയോടുകൂടി നമ്മളെല്ലാവരും ഒരേ ഫോക്കസോടുകൂടി വർക്ക് ചെയ്യുമ്പോൾ ഇതിൽ നമുക്ക് വലിയ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ ആരെയും മാറ്റി നിർത്തരുത്. ഈഗോ 100% നമ്മളിൽ നിന്ന് ഒഴിവാക്കണം. അപ്പോഴാണ് ഈഗോ പ്രശ്നങ്ങളാണ് നമ്മുടെ ടീമിലും നമ്മൾക്ക് ഇപ്പൊ പാർട്ടിക്കാരായാലും ഒക്കെ ഈഗോ പ്രശ്നമാണ്. എല്ലാവരും നേതാക്കളാവുക എന്നത് നമുക്കിതിൽ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഒരു നേതാവ് പറയുന്നത് നമ്മൾ അനുസരിക്കുക. അപ്പോഴാണ് ആ നേതാവ് വിജയിച്ച പോലെ നമുക്കും ഇതിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ. നമ്മുടെ പരാജയപ്പെടാൻ വേണ്ടി നമ്മുടെ ലീഡർ ഒന്നും പറയില്ല. കാരണം ലീഡറുടെ വിജയം നമ്മുടെ വിജയത്തിലാണ്. അതാണ് നമ്മുടെ പ്ലാന്. എന്റെ താഴെ ഒരു ലീഡർ വരുമ്പോൾ ആ ലീഡറെ നമ്മള് നല്ലവണ്ണം പരിചരിച്ചുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തുകൊണ്ട് നല്ല ക്വാളിറ്റിയിൽ ലീഡറാക്കി മാറ്റുമ്പോഴാണ് നമ്മളെല്ലാവരും ഇതിൽ വിജയിക്കുള്ളൂ. അതിന് നമുക്ക് വേണ്ടത് വിട്ടുവീഴ്ചയും വേണം. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ഫോക്കസിങ് വേണം. അതുപോലെ തന്നെ അപ്പ് ലൈൻ, ഡൗൺ ലൈൻ എഡിഫിക്കേഷൻ, അതുപോലെ ക്രോസ് ലൈൻ എഡിഫിക്കേഷൻ, സിസ്റ്റം എഡിഫിക്കേഷൻ, അതുപോലെ തന്നെ ഈ കമ്പനിയുടെ എഡിഫിക്കേഷൻ, ഇതൊക്കെ നമ്മുടെ ടീമിൽ നടക്കണം. ഒരു രണ്ടാള് കണ്ടുമുട്ടുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെയാണ് സംസാരിക്കേണ്ടത്. അതല്ലാതെ തമ്മിൽ കുറ്റം പറയലും അതുപോലെ തന്നെ പോരായ്മകൾ പറഞ്ഞുകൊണ്ട് ടെൻഷൻ ആവുകയല്ല. ചില ആളുകളുണ്ട് നമ്മുടെ ബിസിനസ്സിൽ. അതെങ്ങനെ വെച്ചാല് ഏതെങ്കിലും ടീമിലുള്ള പ്രശ്നമൊക്കെ പോയി അന്വേഷിച്ചുകൊണ്ട് ഒക്കെ നമ്മളെ തലയെ കയറ്റും. അതെന്താ അങ്ങനെ, അവരെന്താ അങ്ങനെ ആയത്, ഇവരെന്താ ഇങ്ങനെ ആയത് എന്നൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് സമയം കളയും. പക്ഷേ നമ്മുടെ ടീമിൽ നമ്മുടെ വിശ്വസിച്ച് വന്ന നാം വിജയിക്കുമെന്ന് ഉത്തരവാദിത്തം ഏറ്റുകൊണ്ട് നമ്മുടെ ഫോമിൽ ഒപ്പുചാർത്തിയ ഒരുപാട് ആളുകൾ നമ്മുടെ ടീമിലുണ്ടാകുമ്പോൾ ഇവരെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് മറ്റുള്ള ടീമിലെ പ്രശ്നം അന്വേഷിക്കാനും അതിന് പരിഹാരം കാണാനും പോയാൽ നമ്മൾ നാളെ റബ്ബിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അതിന് മറുപടി പറയേണ്ടി വരും. കാരണം ഇതിലേക്ക് നമുക്ക് കാശെടുത്ത് തന്നത് ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് ആ പ്രയാസങ്ങളൊക്കെ വകവെക്കാതെ എനിക്കിതിൽ വിജയിക്കണമെന്ന ഉത്തരവാദിത്തോടു കൂടി
എന്ന ലക്ഷ്യത്തോടു കൂടി ഒരാളുടെ ഫോം നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ അവരെ വിജയിക്കാനുള്ള ഉത്തരവാദിത്തമാണ്, വിജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്തമാണ് നമ്മൾ ഏറ്റെടുത്തത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ടീമിൽ എങ്ങനെ, ആ ടീമിൽ എന്താ അങ്ങനെ എന്നൊന്നും നമ്മൾ അന്വേഷിക്കാൻ പോകണ്ട. ഞാൻ ശ്രദ്ധിക്കേണ്ടത് എന്റെ 10 ID താഴെ ആരൊക്കെ ഇതിൽ വന്നിട്ടുണ്ടോ അവരെ മാത്രം കാര്യങ്ങൾ നമ്മൾ നോക്കുക. മറ്റുള്ള കാര്യങ്ങൾ അവരുടെ ലീഡേഴ്സ് നോക്കും. അതുകൊണ്ട് നമ്മുടെ സമയം ഇവർക്ക് വേണ്ടിയുള്ളതാണ്. നമ്മുടെ കോള് പോവേണ്ടത് നമ്മുടെ ID താഴെയുള്ളവർക്ക് വേണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ മുകളിലുള്ള ID-കളിലേക്കുമാണ് നമ്മുടെ കോള് പോകേണ്ടത്. അല്ലാതെ ക്രോസ് ലൈൻ ബന്ധത്തോടു കൂടി നമുക്കിതിൽ തകർച്ച കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പറയാനുള്ളത്, ക്രോസ് ലൈൻ ബന്ധങ്ങൾ ഒരിക്കലും നമ്മുടെ ബിസിനസ്സിൽ പാടില്ല. അത് നമ്മുടെ ഐക്യത്തെ തകർക്കും. കാരണം നമ്മൾ ഇതിൽ പരാജയപ്പെട്ടാൽ മറ്റുള്ളവർക്ക് നമ്മുടെ ടീമിന്റെ ഇടയിലൂടെ കയറി വന്നുകൊണ്ട് ഇവിടെ ടീം ബിൽഡ് ചെയ്യാനുള്ള അവസരമാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് ക്രോസ് ലൈനുമായി ബിസിനസ് കാര്യങ്ങൾ ഒരിക്കലും സംസാരിക്കരുത്. ആ സമയം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ടീമിലുള്ള ആളുകൾക്ക് വേണ്ടി സംസാരിക്കുക. ഒരു 10 കോള് നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചാൽ ആ 10 കോളും നമ്മുടെ ടീമിന്റെ ID താഴെയുള്ള ആളുകൾക്കായിരിക്കണം കോള് പോകേണ്ടത്. 1 മിനിറ്റ് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ടീമിലുള്ള ആളുകൾക്ക് വേണ്ടിയായിരിക്കണം നമ്മുടെ സംസാരം പോകേണ്ടത്. അതുകൊണ്ട് ക്രോസ് ലൈനുമായി കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും നടത്തരുത്. അത് നമ്മുടെ ബിസിനസിനെ ദോഷമായി ബാധിക്കും. അതുപോലെ തന്നെ മറ്റൊന്ന് കാര്യം പറയാനുള്ളത്, നമുക്ക് വാക്കുകൾ നല്ലവണ്ണം സൂക്ഷിച്ചുകൊണ്ട് ചെലവഴിക്കണം. നമ്മുടെ ശരീരത്തിൽ ഈ 1.5 ഇഞ്ച് നീളമുള്ള ഈ നാവ് നമ്മുടെ ടീമിനെ നശിപ്പിക്കും. അതുകൊണ്ട് ഏതൊരു കാര്യം പറയുകയാണെങ്കിലും, ഏതൊരു കാര്യം വാട്സപ്പ് ചെയ്യുകയാണെങ്കിലും, മെസ്സേജ് ചെയ്യുകയാണെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യണം. 100 പ്രാവശ്യം ആലോചിക്കണം. ഇത് ഞാൻ പറഞ്ഞാൽ എന്റെ ടീമിനോ അല്ലെങ്കിൽ എനിക്കോ ഗുണമുള്ള കാര്യമാണോ എന്ന് ആദ്യം ഒന്ന് നമ്മുടെ തലച്ചോറിൽ വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യണം. ഞാൻ ഈ പറയുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിടുത്തം വിട്ടതിന് ശേഷം നമ്മൾ പറഞ്ഞത് കൊണ്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ഓരോരോ വാക്കുകളും ചിലപ്പം അമ്പിനേക്കാൾ മൂർച്ചമുള്ള വാക്കായിരിക്കും. കത്തിയോണ്ട് വെട്ടിയാൽ നമ്മളെ വൂണ്ട് ഹീലിംഗ് തേച്ചാൽ മാറും. പക്ഷേ നമ്മൾ ഈ നാവ് കൊണ്ട് വെട്ടുന്ന വെട്ട് അത് വൂണ്ട് ഹീലിംഗ് കൊണ്ട് മാറൂല. അതുകൊണ്ട് നല്ലവണ്ണം ശ്രദ്ധിച്ചുകൊണ്ട് ഓരോരോ വാക്കുകളും സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ കൈകാര്യം ചെയ്യണം. അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഒന്നും നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് അപ്പ് ലൈൻ, ഡൗൺ ലൈൻ, ഈ ക്രോസ് ലൈൻ ആയാലും ഈ ബിസിനസ് ചെയ്യുന്ന ഏതൊരാളാണെങ്കിലും നമ്മുടെ വാക്കുകൾ നല്ലവണ്ണം സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ ചെലവഴിക്കണം. അപ്പോഴാണ് നമ്മൾ എല്ലാവരും ഇതിൽ വിജയിക്കുള്ളൂ. നമ്മുടെ ഓരോരോ ടീമുകളും നമുക്ക് ഇന്ന് വരുന്ന ഒരാൾ വരെ നാളെ 100 കണക്കിന് ആളുകളെ നയിക്കാനുള്ള ഒരു ലീഡറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോരോ വ്യക്തികളെ ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഓരോരോ ലീഡേഴ്സിനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് 100 കണക്കിന് ആളുകളുടെ ഹോൾഡ് ചെയ്യാനും അവരുടെ കമാൻഡിങ് പവർ ഏറ്റെടുക്കാനുമുള്ള ഒരു ലീഡറാണ് ഇന്ന് വന്ന ഡിസ്ട്രിബ്യൂട്ടർ വരെ. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് കഴിവുള്ള ആളുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് ലീഡറാക്കി മാറ്റുക. ഒരു ലീഡർഷിപ്പിന്റെ ഫാക്ടറിയാണ് നമ്മുടെ സക്സസ് ഫ്രീ ഗ്ലോബൽ. ആരൊക്കെ ഇതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്, ആരൊക്കെ ഇതിൽ തീരുമാനമെടുക്കുന്നുണ്ട്, ആരൊക്കെ നമ്മുടെ സിസ്റ്റം ഫോളോവർ ആകുന്നുണ്ട്, അവരൊക്കെ ഇതിൽ വിജയിക്കുന്നുണ്ടാകും. അതുകൊണ്ട് എല്ലാവരും 100% ഐക്യത്തോടു കൂടി, 100% ഒത്തൊരുമയോടുകൂടി ലീഡർ എന്തൊക്കെ പറയുന്നുണ്ട് അത് ചോദ്യം ചെയ്യാതെ, അത് നമ്മുടെ ബുദ്ധിക്ക് ചിന്തിക്കാതെ നാം ശക്തമായി പ്രവർത്തിക്കുക, വർക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. നമ്മൾ ഈ പോസിറ്റീവ് ഇമോഷൻ നമ്മൾ എപ്പോഴും നിലനിർത്തണം. അപ്പോഴാണ് നമ്മൾ വിജയിക്കുള്ളൂ. ഏതോ ഒരു നല്ല കാര്യം ചെയ്യുന്ന സമയത്തും നമുക്ക് നമ്മുടെ മനസ്സിൽ ഓരോരോ പോയിന്റുകൾ സൃഷ്ടിക്കും. എന്നാൽ ചീത്ത കാര്യങ്ങൾ നമ്മുടെ ടീമിലോ നമ്മളിലോ ഉണ്ടാകുന്ന സമയത്ത് 1ന് 10 ആയിട്ടാണ് നമ്മുടെ ഈ പോയിന്റുകൾ കുറയുക. അതുകൊണ്ട് നമ്മുടെ എപ്പോഴും നമ്മൾ പ്ലസ് പോയിന്റ് ഉള്ള കാര്യങ്ങളാക്കി നമ്മൾ സംസാരത്തിലും പ്രവർത്തനത്തിലൊക്കെ എപ്പോഴും നല്ല പോസിറ്റീവ് തിങ്കിങ് ഉള്ള ആളുകളായിട്ട് നമ്മൾ മാറണം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ 4 കണ്ണുള്ള ഒരു ലീഡറായിട്ട് മാറണം. നമ്മുടെ ടീമിൽ ക്രോസ് ലൈൻ ബന്ധമുണ്ടോ എന്ന് വളരെ ഉയരത്തിൽ നിന്ന് നമുക്ക് ശ്രദ്ധിച്ചാൽ അതൊക്കെ നമ്മൾ ഇല്ലാതാക്കിക്കൊണ്ട് നല്ല എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ട് 3 വേസും 4 ബേസിക്കും അതുപോലെ തന്നെ 5 ഫിംഗറൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ 100% പ്രവർത്തിച്ച് നമ്മൾ 4 കണ്ണുള്ള ഒരു ലീഡറായി മാറിക്കഴിഞ്ഞാൽ
നമുക്ക് നമ്മുടെ ടീമിനെ നല്ല രീതിയിൽ ഐക്യത്തോടു കൂടി നല്ല രീതിയിൽ പിന്നെ വളരെ മെച്ചത്തോടു കൂടി നമുക്കൊക്കെ ഒരുമിച്ച് ഇതിൽ വിജയിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും പോസിറ്റീവായി കൊണ്ട് ചിന്തിക്കുക, നെഗറ്റീവിനെ പരമാവധി മാറ്റി നിർത്തുക. ഒരുപാട് ക്രോസ് ലൈനുകൾ നമ്മുടെ താഴെയൊക്കെ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടാകും. അവരുടെ കാര്യങ്ങളൊക്കെ ചർച്ചയ്ക്ക് പോകാതെ നമ്മുടെ ടീമിന്റെ വിജയത്തിന് വേണ്ടി അവർക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സംസാരം, ഫോൺ കോളൊക്കെ നമ്മുടെ ഈ ബിസിനസിന്റെ ജീവനാണ്. കുറെ പ്രാവശ്യം നമ്മൾ ഒരാൾക്ക് വിളിക്കാതെ എന്നാൽ അത് ശവം പോലെയാകും, അതായത് ജീവനില്ലാത്ത ഒരു വർക്കറായിട്ട് മാറും. അതുകൊണ്ട് നമ്മൾ ഏത് സമയത്തും ഫോൺ എടുക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും, ഞാനിപ്പോ ഈ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് തന്നെ 10 പേരെ വിളിച്ചതിന് ശേഷമാണ് ഇന്നത്തെ രാവിലത്തെ ഈ ക്ലാസ് തന്നെ എടുക്കുന്നത്. ഇനിയും ഒരുപാട് ആളുകളെ വിളിക്കാനുണ്ട്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഈ ബിൽഡിങ്ങോട് കൂടി നമുക്ക് ഒരുപാട് ആളുകളിലേക്ക് നമ്മുടെ ഫോൺ കോള് നമ്മുടെ ടീമിലേക്ക് പോകും. അപ്പൊ നമ്മുടെ ടീം നല്ലൊരു കെട്ടുറപ്പുള്ള ഒരു ടീമായിട്ട് മാറും. ടീം ലീഡേഴ്സും അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ഒക്കെ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളതൊക്കെ ആദ്യം മുൻകൂട്ടി കൊണ്ട് തന്നെ പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നേറുക. ഒരുമിച്ച് നമുക്ക് എല്ലാവർക്കും ഇതിൽ വിജയിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് നല്ല ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക. ക്ഷമ, വിട്ടുവീഴ്ച, അതുപോലെ തന്നെ ഉപദേശങ്ങളൊക്കെ ഗ്രൂപ്പിലൂടെയോ അല്ലെങ്കിൽ സ്റ്റേജിൽ നിന്നോ ആവാതെ നമ്മൾ അടുത്തിരുന്നു കൊണ്ട് ഉപദേശിച്ചാൽ അത് പെട്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ കൂട്ടമായിട്ടോ ഗ്രൂപ്പിലൂടെയോ ആരെയും ഒന്നും കുറ്റം പറയാനോ വിമർശിക്കാനോ ഉപദേശിക്കാനോ പോകരുത്. സ്വകാര്യമായി കൊണ്ട് ഉപദേശിച്ചാൽ അവർക്കത് ബോധ്യപ്പെടുത്തി കൊടുത്താൽ അവരെ നല്ല ലീഡർഷിപ്പിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഇതിലും അല്ല ഏത് ബിസിനസ്സിലും ഉണ്ടാകും. അതൊക്കെ നമുക്ക് അപ്ലൈൻ മെന്ററുമായി ഇരുന്നു കൊണ്ട് സംസാരിച്ചാൽ അതിനൊക്കെ പരിഹാരം നമുക്ക് പറഞ്ഞു തരും. അതുകൊണ്ട് തന്നെ 100% എല്ലാവരും സിസ്റ്റം ഫോളോവർ ആവുക. ഇപ്പോ ഈ നടക്കാൻ പോകുന്ന വെള്ളിയാഴ്ച നാളെ ക്ലോസിംഗ് ആണ്, ഈ മാസത്തിന്റെ അവസാനത്തെ ക്ലോസിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ലോയൽറ്റി അച്ചീവർമാര്, പെർഫോമൻസ് ബോണസ് അച്ചീവർമാര്, അതുപോലെ തന്നെ റാങ്ക് മാറുന്നവര്, ബെറി സ്റ്റാറും ബെറി ഡബിൾ സ്റ്റാറും, ഫാസ്റ്റ് ട്രാക്കർ, റിക്രൂട്ടിൻ ഹീറോ, അതുപോലെ തന്നെ ഓരോരോ വലിയ വലിയ റാങ്കുകളൊക്കെ അടിക്കാനുള്ള മണിക്കൂറുകളാണ് ഇനിയുള്ളത്. നമുക്കുള്ള മണിമുത്തുകൾ നമ്മുടെ ഫീൽഡിലാണ്. എല്ലാവരും ഫീൽഡിൽ ഇറങ്ങിക്കൊണ്ട് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുക. ഫോട്ടോസ് ഒക്കെ ഗ്രൂപ്പിൽ ഇടുക. എന്നാൽ നമുക്ക് എല്ലാവർക്കും ഇതിൽ ഒരുമിച്ച് വിജയിക്കാൻ സാധിക്കും. എല്ലാവർക്കും അതിനു വേണ്ട ആയുസ്സും ആരോഗ്യവും ഒക്കെ ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സെഷൻ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഈ എളിയ സംസാരം ഇവിടെ അവസാനിപ്പിച്ചത് അറിയിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും.